ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കുട്ടി ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ കുറേ കല്യാണം, നമ്മുടെ പ്രധാനപ്പെട്ട ഓണവും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ കുറച്ച് നേരത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നേരെ പോകുന്നത് കോഴിക്കോട് കല്യാണിലേക്കാണ്. പുതിയ കല്യാൺ സിൽസിലേക്ക് ഹൈപ്പർ മാർക്കറ്റും കല്യാൺ സിൽക്സും കൂടെയുള്ള ഇപ്പോൾ പുതിയതായി തുടങ്ങി അവിടേക്കാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിരുന്നു. കുറച്ച് ലേറ്റായി, നേരത്തെ വരണമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കുറേ നേരം നിന്ന് പർച്ചേസ് ചെയ്യേണ്ടേ അല്ലേ. അവിടെ നിന്ന് തന്നെ നമ്മൾ ഷോപ്പിൽ കയറി കുറച്ച് നമ്മുടെ സ്നാക്സും ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ നമ്മുടെ പർച്ചേസിങ്ങിന് നടന്നു. ആദ്യം ഞങ്ങൾ പോയത് സാരി സെക്ഷനിലോട്ടാണ്. സാരിക്ക് അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കൊക്കെ സാരി എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് നമുക്കൊരു ചുരിദാർ നോക്കാനായിരുന്നു. ചുരിദാറിൻ്റെ കളക്ഷൻസ് കുറവായിരുന്നു. അപ്പോൾ കുറേ നേരം തപ്പി ഞാനും അമ്മയും ഓരോ ചുരിദാറൊക്കെ എടുത്ത് പിന്നെ പോയത് അച്ഛൻ്റെ ഏട്ടൻ്റെയും ഷർട്ട്സും പാൻസൊക്കെ നോക്കാനായിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ കുറേ സമയം എടുത്തത്. രണ്ടുപേരും ഓരോന്നിട്ട് നോക്കി ഏതാ മേച്ചെന്നൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം ഞങ്ങളൊക്കെ തപ്പി നമുക്ക് അവസാനം നല്ലൊരു അടിപൊളി ഷർട്ട്സും പാൻസൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ബില്ലൊക്കെ ചെയ്ത് നമുക്ക് കൂപ്പണൊക്കെ കിട്ടിയായിരുന്നു. കൂപ്പണൊക്കെ നമുക്ക് അടിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മളവിടെ ഇട്ട് അവിടെ ഇന്ന് നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെത്തി പോയി. തിരിച്ചു പോകാൻ ഒരുപാട് ലേറ്റായി, 10:30 കഴിഞ്ഞായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ അച്ഛൻ പറഞ്ഞു നമുക്ക് അപ്പോൾ തൽക്കാലത്ത് ഒരു ശമനത്തിന് വേണ്ടി ഒരു ജ്യൂസും പിന്നെ പ്രിങ്കിൾസൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് റഹ്മത്ത് പോകാം. റഹ്മത്ത് ബിരിയാണി കേട്ടിട്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ റഹ്മത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ റഹ്മത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ 11 മണിയായിരുന്നു. എന്നിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആ നേരത്തെ അങ്ങനെ അവിടുന്ന് പോയത്. ചെന്നപ്പോൾ ചിക്കൻ ബിരിയാണി ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു ബീഫ് ബിരിയാണിയും പിന്നെ കുറച്ച് റൈസും പറഞ്ഞ് ഞങ്ങൾ അടിപൊളിയായിട്ട് 4 പേരും കൂടി ഇരുന്ന് കഴിച്ചു. നല്ല അടിപൊളി റൈസായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി കിട്ടാത്തത്, പക്ഷെ സാരമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല ക്ഷീണിച്ചിരുന്നു. പിന്നെ ബിരിയാണിയും കൂടെ കഴിച്ചപ്പോൾ വയറ് ഫുള്ളായി, ആകെ ഒരു ക്ഷീണാവസ്ഥയായിരുന്നു. പിന്നെ നേരെ വീട്ടിലെത്തി അച്ഛൻ്റെ ഓഫീസിൽ പോയി, ഓഫീസൊക്കെ അടയ്ക്കാനായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലോസ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ.